Hi students, കഴിഞ്ഞ വീഡിയോയിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിലത്തെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയത്. ഈ വീഡിയോ അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകുമ്പോൾ, അതായത് എഫ് എന്ന ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകുമ്പോൾ അതിനൊരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. എഫ് ഇൻവേഴ്സ് ആണ് എഫിന്റെ ഇൻവേഴ്സ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷന്റെയും കോമ്പോസിഷൻ, അതായത് എഫ് കമ്പോസിഷൻ എഫ് ഇൻവേഴ്സ്, അത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ഇത് കഴിഞ്ഞ റിലേഷൻ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ കോമ്പോസിഷൻ എടുത്താൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടുമെന്നുള്ളതാണ്. എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ പ്രത്യേകത? ആ ഐഡന്റിറ്റി ഫംഗ്ഷൻ പ്രകാരം ഒരു എലമെന്റിന്റെ ഇമേജ് അതേ എലമെന്റ് തന്നെയായിട്ട് വരികയാണ്. ഇവിടെ അത് പറയാൻ കാരണം നമ്മൾ ഇനി തുറന്നു ചെയ്യുന്ന പ്രോബ്ലങ്ങളിലെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഒന്ന് ഇതാ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന്റെ ഇൻവേഴ്സ് ആണ് സൈൻ ഇൻവേഴ്സ്. അപ്പൊ ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും കോമ്പോസിഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ഐഡന്റിറ്റി ഫംഗ്ഷൻ ആവുമ്പോൾ എക്സിന്റെ ഇമേജ് എക്സ് തന്നെ വരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ നമ്മളിവിടെ ഇപ്പോ അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ആ കണ്ടീഷൻ ഇതാണ്, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2. ഇതാണ് കണ്ടീഷൻ കേട്ടോ. അപ്പോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. ഇനി ഇത് തിരിച്ചും പറയാം, അതായത് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇവിടെ കണ്ടീഷൻ, ചെറിയൊരു കണ്ടീഷൻ മാറ്റമുണ്ട്. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 1 കേട്ടോ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും കോമ്പോസിഷൻ എടുത്താൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ ഇമേജ് അതേ എലമെന്റ് തന്നെയാവുന്നു. അത് ഈ രീതിയിൽ പറഞ്ഞാലും ഈ രീതിയിൽ പറഞ്ഞാലും കാര്യം ശരിയാണ്. പക്ഷെ ഇവിടെ പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ഇതിനിടയ്ക്കായിരിക്കും, ഇങ്ങനെ പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ഈ റേഞ്ചിന് ഉള്ളിലായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഇതേപോലെ നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയാം. അതായത് ഇവിടെ ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ കോമ്പോസിഷൻ എടുക്കുമ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടുന്നു എന്നുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം ഒന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇതാണ്. tan 1/2 into sin inverse 2x by 1 plus x square plus cos inverse 1 minus y square by 1 plus y square. ഇതിന്റെ വാല്യൂ കാണാനാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ആ കഴിഞ്ഞ 17 പ്രോപ്പർട്ടികളിലെ അവസാനത്തെ 3 പ്രോപ്പർട്ടികളിലെ ഈ രണ്ട് എക്സ്പ്രഷനും ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. അതവിടെ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു tan 1/2 into ഇതിനു പകരം 2 into tan inverse x ഇതിനു പകരം കേട്ടോ. അത് ആക്ച്വലി 15ാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇനി ഇതിനു പകരം 2 tan inverse y കേട്ടോ. അങ്ങനെ നമുക്ക് ഈ എക്സ്പ്രഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും യൂസിങ് ദാറ്റ് പ്രോപ്പർട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യും, 1/2 ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ ഈ 2 പോവും, ഇവിടുത്തെ ഈ 2 പോവും. അപ്പോ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ബ്രാക്കറ്റിലെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. അങ്ങനെ എഴുതാൻ പറ്റും, കാരണം ആ 2 ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഇതെന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ടാൻ ഇതിലെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ഉണ്ടോ. ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഇപ്പൊ നോക്കി, ടാനും ടാൻ ഇൻവേഴ്സും, അതായത് ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ കോമ്പോസിഷൻ എടുത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ എലമെന്റ് അല്ലെ. ഈ എലമെന്റിന്റെ ഇമേജ് ഇത് തന്നെയായിരിക്കും
എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ഉണ്ടോ. അപ്പൊ ഇങ്ങനെ ഈ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചെന്ന് നോക്കി, ഇതിന് പകരം ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്തു, ഇതിന് പകരം ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്ത് ഈ 1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എങ്ങനെയായി കേട്ടോ. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് ആണിത് കേട്ടോ. അപ്പൊ നോക്കിയ ഒരു ഫംഗ്ഷൻ അതിന്റെ ഇൻവേഴ്സ് തമ്മിൽ കോമ്പോസിഷൻ എടുക്കലാണിത്. ഇതാണ് ആ എലമെന്റ്, ഈ എലമെന്റിന്റെ ഇമേജ് ഇത് തന്നെയായിട്ട് മാറും. അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെ റിസൾട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മള് 17 പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. അതിലെ ആദ്യത്തെ 6 പ്രോപ്പർട്ടി നെഗറ്റീവ് വാല്യൂസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ അകത്ത് വന്നാൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ഒരു പ്രോപ്പർട്ടീസിന്റെ ഒരു ഗ്രൂപ്പാണ് അല്ലെ. അതിന്റെ 2 റിസൾട്ടിന്റെ പ്രൂഫാണ് ഇനി നമ്മൾ പറയുന്നത്. അതിലെ ആദ്യത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതായത് ഇതാണ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് sin inverse of minus x equal to minus sin inverse of x. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നപ്പോൾ ആ നെഗറ്റീവ് പുറത്തേക്ക് എത്തും അല്ലെ. ഇതെങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഞാൻ ഈ ലെഫ്റ്റിലുള്ള ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിന് പകരം ഒരു ആംഗിൾ തീറ്റ എന്ന് പേര് കൊടുക്കുകയാണ്. അതായത് ലെറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു തീറ്റ and that is marked as number 1 കണ്ടോ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? that implies sin theta equal to minus x. ഇതാണ് അതിന്റെ മീനിങ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് അല്ലെ. ഞാൻ ഈ മൈനസ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. that implies minus sin theta equal to x കണ്ടോ. ഇനി ഈ പുറമെ കിടക്കുന്ന ഈ മൈനസ് ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാം. അത് കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. that implies sin minus theta equal to x കണ്ടോ. ഇനി ഇതിന്റെ മീനിങ് എന്താണ്? sin inverse of x equal to minus theta. ഈ മൈനസ് വീണ്ടും ലെഫ്റ്റിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. that implies minus sin inverse of x equal to theta and that is marked as number 2. അപ്പൊ നോക്കിയേ, 2 റിസൾട്ടുകൾ ഇപ്പൊ ആയി അല്ലേ. ഇത് ഫസ്റ്റ് റിസൾട്ട്, ഇത് സെക്കൻഡ് റിസൾട്ട്. ഈ 2 റിസൾട്ടിലും തീറ്റയുടെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഫ്രം 1 and 2 we can say that sin inverse of minus x equal to minus sin inverse of x. From 1 and 2 sin inverse of minus x equal to minus sin inverse of x. ആ റിസൾട്ട് ആ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വരുന്ന രീതി ഇതാണ്. അതായത് ആദ്യം ഈ ലെഫ്റ്റിലുള്ളത് ഒരു ആംഗിൾ ആണ്. ലെറ്റ് ഇറ്റ് ബി തീറ്റ ആൻഡ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് നമ്പർ 1. ഇനി ഫ്രം വിച്ച് വി ക്യാൻ സേ ദാറ്റ് സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് എക്സ്. ഓക്കെ, ദെൻ ഈ മൈനസ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു എക്സ്. ഇനി ഈ മൈനസ് പുറമെയുള്ള മൈനസ് ഉള്ളിലേക്ക് എടുക്കാം. കാരണം സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അത് ഫസ്റ്റ് ഇയറിൽ ട്രിഗണോമെട്രിയിൽ നമ്മൾ കേട്ടത്. അപ്പോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്. ഇനി ഇതിൽ നിന്ന് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് തീറ്റ. ദെൻ ഈ മൈനസ് കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്നു. മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ ആൻഡ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് നമ്പർ 2. സോ ഫ്രം 1 and 2 we can say that sin inverse of minus x equal to minus sin inverse of x. അപ്പൊ അങ്ങനെ ആ റിസൾട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോ നെഗറ്റീവ് വാല്യൂ സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ വന്നപ്പോൾ അത് നെഗറ്റീവ് പുറത്തേക്ക് വന്നു. ഇതേപോലെ നെഗറ്റീവ് ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന മറ്റു ചില വാല്യൂസ് ഉണ്ട് അല്ലെ. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് അത് മൈനസ് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അപ്പൊ ആ പറയുന്ന 2 റിസൾട്ടും ഇതേപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്.
യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്, അതിന് തീറ്റ എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെയുള്ള പ്രൊസീഡിങ്സ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ റിക്വയർഡ് റിസൾട്ടിലേക്ക് എത്തിച്ചേരും. അതേപോലെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇതേപോലെ ആ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിന് തീറ്റ എന്ന് കൊടുത്ത് സിമിലർ സ്റ്റെപ്സിൽ കൂടെ നമ്മൾ പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വീണ്ടും ഇവിടെ പ്രൂവ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഗ്രൂപ്പിലെ ഈ ഒന്നാമത്തെ റിസൾട്ട് ആയിട്ടുള്ള സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് നമുക്ക് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എങ്ങനെ കിട്ടി എന്നുള്ളതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിന്റെ അടുത്തതായിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലേ? അതായത് ആ 6 3 മൈനസ് ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരും, മറ്റു 3 പൈ മൈനസ് എന്ന് വെച്ചിട്ട് വരിക. അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് is equal to pi minus cos inverse of x. ഇതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിലെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് ഈ ലെഫ്റ്റിലെ കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് അതൊരു ആംഗിൾ ആണ്, അതിന് ഞാൻ തീറ്റ എന്ന് പേര് കൊടുത്തു. ആൻഡ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് നമ്പർ 1. ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് എക്സ്. കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് എക്സ്. ഈ മൈനസ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നോക്കിയേ, മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു എക്സ് അല്ലെ? മൈനസ് കോസ് തീറ്റ. നേരത്തെ പ്രോബ്ലത്തിൽ ആ മൈനസ് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇവിടെ ഉള്ളിലേക്ക് എടുത്താൽ ബുദ്ധിമുട്ടാണ്. കാരണം കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെ. അപ്പൊ ഉള്ളിലേക്ക് ഈ മൈനസ് വന്നിട്ട് വലിയ വ്യത്യാസം കാണിക്കില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പകരം നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്, കോസ് പൈ മൈനസ് തീറ്റ ഈക്വൽ ടു എക്സ്. കാരണം കോസ് 180 മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പൊ ഇതിന് പകരം നമ്മൾ ഇതാണ് എഴുതുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് തീറ്റ. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് തീറ്റ. അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് പറയുന്നതാണ്. ഇനി നോക്കിയേ, ഈ തീറ്റ ഞാൻ ഇപ്പുറത്തേക്കും ഇത് അപ്പുറത്തേക്കും കൊണ്ടുവരണം. അപ്പൊ നോക്കിയേ, തീറ്റ ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആൻഡ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് നമ്പർ 2. സോ വി ഹാവ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റിസൾട്ട് അല്ലേ? ഇതിൽ രണ്ടിലും തീറ്റയുടെ വാല്യൂ തന്നെയാണ് അല്ലേ? ഇവിടെ തീറ്റയുടെ വാല്യൂ ഇത്, ഇവിടെ തീറ്റയുടെ വാല്യൂ ഇത്, ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ എടുത്ത് എഴുതാം, ഫ്രം 1 and 2. From 1 and 2 we have cos inverse minus x equal to pi minus cos inverse of x. ഉണ്ടോ? അപ്പൊ ഇതാണ് ഈ റിസൾട്ടിന്റെ പ്രത്യേകത. ഇവിടെ ചെയ്ത കാര്യം, ലെഫ്റ്റിലത്തെ വാല്യൂവിനെ നമ്മൾ തീറ്റ എന്ന് പേര് കൊടുത്തു. അതിന്റെ മീനിങ് ആണ് കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു എക്സ്. ഈ മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം ഇത് എഴുതുകയാണ്. ഇത് കോംപ്ലിമെന്ററി ആംഗിൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. കോസ് പൈ മൈനസ് തീറ്റ ഈക്വൽ ടു എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് തീറ്റ, തീറ്റ ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആൻഡ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് നമ്പർ 2. കേട്ടോ, ആ നമ്പർ 2 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ ഈ 1ഉം 2ഉം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, അപ്പോ ഇനി ഈ നെഗറ്റീവ് ഉള്ളിലേക്ക് വരുമ്പോൾ പൈ മൈനസ് വെച്ച് വരുന്ന മറ്റ് ചില റിസൾട്ടുകൾ ഉണ്ട്. അത് ഒന്ന് കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ്, അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, അത് ഇതുപോലെ ചെയ്യാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്, അതിലും പൈ മൈനസ് എന്നാ വരിക, അതും പ്രൂവ് ചെയ്യുന്നില്ല, അത് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മള് റെസിപ്രോക്കൽ റിലേഷൻ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതിലെ ആദ്യത്തേത് ഇതാണ്, അതായത് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി അല്ലെ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. അതായത് സൈൻ ഇൻവേഴ്സിനെ കൊസീക്ക് ഇൻവേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ആ എലമെന്റിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി അല്ലേ. അപ്പൊ ഇത് എങ്ങനെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യണം, ഈ ലെഫ്റ്റിലുള്ളതിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു തീറ്റ. ഉണ്ടോ, ഇത് ഒരു ആംഗിൾ ആണ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി തീറ്റ അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, സൈൻ തീറ്റ ഈക്വൽ ടു 1/x. ഇതാണ് കിട്ടാൻ പോകുന്നത്, സൈൻ തീറ്റ ഈക്വൽ ടു 1/x. ഇനി ടേക്കിംഗ് റെസിപ്രോക്കൽസ് ഓൺ ബോത്ത് സൈഡ്സ്.
അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവിടെ കൊസീക് തീറ്റ എന്ന് വരും, ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എക്സ് എന്നും വരും. അതായത് ബൈ ടേക്കിംഗ് റെസിപ്രോക്കൽസ് ഓൺ ബോത്ത് സൈഡ്സ്, ഇവിടെ സൈൻ തീറ്റയുടെ റെസിപ്രോക്കല് കൊസീക് തീറ്റ, ഇവിടെ 1/x ന്റെ റെസിപ്രോക്കല് എക്സ് കേട്ടോ. വീണ്ടും ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ. ഇത് നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുന്നു, ഇത് നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യുന്നു കണ്ടോ. ഇത് രണ്ടും തീറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് ആയില്ലേ. അപ്പൊ നോക്കിയേ, ഫ്രം 1 and 2 the sin inverse 1/x equal to cosec inverse of x എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. sin inverse of 1/x equal to cosec inverse of x. അപ്പോ ഈ പറഞ്ഞ ഗ്രൂപ്പിലെ ഒരു 3 റിസൾട്ടുകൾ ഉണ്ട് ശരിക്കും. അതായത് cos inverse of 1/x sec inverse of x ആണ്, tan inverse of 1/x cot inverse of x ആണ്. അപ്പൊ അത് രണ്ടും ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യുന്നില്ല, അത് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഈ റിസൾട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എങ്ങനെ കിട്ടി എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ മറ്റൊരു റിസൾട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സും കോസ് ഇൻവേഴ്സ് ഓഫ് എക്സും ആഡ് ചെയ്താൽ π/2 ആണ്. അപ്പൊ അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2 പ്രൊവൈഡഡ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 1. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇതിലെ മറ്റു 2 റിസൾട്ട് ഇതേപോലെ ഉണ്ട്. അതായത് tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2, പിന്നെ sec ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2. അത് നമ്മൾ ഇതേപോലെ പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇത് മാത്രം ആ ഗ്രൂപ്പിലത്തെ നമ്മൾ പ്രൂവ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം വെച്ചാൽ, ഇതിനെ നമ്മളൊരു ആംഗിൾ ആണ്, ഇതും ഒരു ആംഗിൾ ആണ്, ഇതിനൊരു പേര് കൊടുക്കുന്നു തീറ്റ കേട്ടോ. അപ്പൊ നോക്കിയോളൂ, ലെറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ. ആദ്യത്തെ ആംഗിളിന് തീറ്റ എന്ന് പേര് കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടാം, സൈൻ തീറ്റ ഈക്വൽ ടു എക്സ്, സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇനി ഈ സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ കോസിലേക്ക് ഒന്ന് മാറ്റുകയാണ്, കോംപ്ലിമെന്ററി ആംഗിൾ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്. കോസ് π/2 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കേട്ടോ. ഇതിൽ നിന്ന് നോക്കിയേ, നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 മൈനസ് തീറ്റ എന്ന് എഴുതാം. cos inverse of x equal to π/2 minus theta. ഈ മൈനസ് തീറ്റ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നോക്കിയേ, തീറ്റ പ്ലസ് cos inverse of x equal to π/2 കേട്ടോ. മൈനസ് തീറ്റ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് വാട്ട് ഈസ് തീറ്റ? അത് ഇതാണ് അല്ലേ. ഇതിനെ നമ്മളൊരു റിസൾട്ട് നമ്പർ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2 യൂസിങ് 1. അതായത് ആ ഫസ്റ്റ് റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ നോക്കിയേ, ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആഡ് ചെയ്യുമ്പോൾ π/2 കിട്ടും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ഇത് എല്ലാ എക്സുകൾക്കും ശരിയല്ല, ഓൺലി ഫോർ എക്സ് ബിലോങ്സ് ടു -1 1. ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിലുള്ള വാല്യൂസിന് മാത്രമാണ് ഇത് ശരി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇതിന് പകരം നമ്മൾ ഒരു തീറ്റ എന്ന് പേര് കൊടുക്കുന്നു, ആൻഡ് ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് നമ്പർ 1. ഇനി therefore sin theta equal to x. Okay, and sin theta is replaced by cos π/2 minus theta. Then cos inverse of x equal to π/2 minus theta. Therefore theta plus cos inverse of x equal to π/2, and we can replace theta by sin inverse of x. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. കാരണം ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് പല പ്രോബ്ലംസ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് മറ്റൊന്നുമല്ല, ഇതാ പ്രൂവ് ദാറ്റ് tan inverse of x plus tan inverse of y is equal to tan inverse of x plus y by 1 minus xy. ഇതാണ് നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്. നമ്മളുടെ 17 പ്രോപ്പർട്ടികളിൽ ഒരു പ്രോപ്പർട്ടി കൂടിയായിരുന്നു കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഇതിലെ ഇതൊരു ആംഗിൾ ആണ്, ഇതും ഒരു ആംഗിൾ ആണ്, ഇതും ആംഗിൾ തന്നെ അല്ലേ. അപ്പൊ ഞാൻ ഈ ആംഗിളിനെ ഒരു പേര് കൊടുക്കുന്നു ക്യാപിറ്റൽ എ, ഈ ആംഗിളിന് വേറൊരു പേര് കൊടുക്കുന്നു ക്യാപിറ്റൽ ബി കേട്ടോ. ആ 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നോക്കിയോളൂ,
ആദ്യം നമ്മൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പുട്ട് tan inverse of x equal to capital A. അതൊരു ആംഗിൾ ആണ്, ഞാൻ തീറ്റയ്ക്ക് പകരം വേറൊരു പേര് കൊടുത്തു എന്ന് മാത്രം. അതുപോലെ തന്നെ tan inverse of y equal to B ഉണ്ടോ? അങ്ങനെ ഇതിന് ആദ്യത്തേനെ എന്നും രണ്ടാമത്തേന് ബി എന്നും കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യം ഇതാണ്, x equal to tan A എന്ന് എഴുതാം. x equal to tan A. ഇവിടെ നമുക്ക് y equal to tan B എന്നും എഴുതാം കേട്ടോ. ഈ ആംഗിളിന് എ എന്നും ഈ ആംഗിളിന് ബി എന്നും പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു റിസൾട്ട് ഇവിടെ ഓർക്കുക. tan of a plus b വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആയിരുന്നു കേട്ടോ. ഇതെന്താണ് ഇതിന്റെ ഫോർമുല? tan a plus tan b by 1 minus tan a into tan b. ഇതാണ് ഫോർമുല അല്ലേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ tan a ക്ക് പകരം x എന്ന് കിട്ടിയിട്ടുണ്ട്, tan b ക്ക് പകരം y എന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ അപ്ലൈ ചെയ്യാം. Therefore tan a plus b is equal to ഇത് x ഇത് y, ഇവിടെ 1 minus x into y എന്ന് കിട്ടും കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഈ tan നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ tan ഇൻവേഴ്സ് ആയിട്ട് മാറും. അതായത് a plus b equal to tan inverse x plus y by 1 minus xy. ഓക്കെ, ഇനി നോക്കൂ, ഈ a b എന്തായിരുന്നു? ഇത് രണ്ടുമാണ് അല്ലേ? അതുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. Therefore tan inverse of x plus tan inverse of y is equal to tan inverse of x plus y by 1 minus xy. കേട്ടോ, അപ്പൊ ഇങ്ങനെയാണ് ഈ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ആദ്യം എന്താ ചെയ്ത് നോക്കിയേ, ഇതിന് പകരം a, ഇതിന് പകരം b. അപ്പോ ഇതിൽ നിന്ന് x equal to tan a, y equal to tan b, and we use the formula tan of a plus b, tan a plus tan b by 1 minus tan a tan b. അതിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് എങ്ങനെയായിട്ട് മാറും? അപ്പോൾ tan of a plus b ആണിത്. ഇതിൽ നിന്നും a plus b equal to what? tan inverse of this. കേട്ടോ, ആ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടിയാണ് ഒക്കെ അവിടെ ഉപയോഗിച്ചത്. ഇനി എയും ബിയും നമ്മൾ റീപ്ലേസ് ചെയ്യുക. tan inverse of x, tan inverse of y, അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായി കേട്ടോ. അപ്പൊ ഇതാണ് ആ റിസൾട്ട്. ഇനി ഇതേപോലെ നമുക്ക് ഇതും പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അടുത്തൊരു റിസൾട്ട് ഇതാണ്, tan inverse of x minus tan inverse of y equal to tan inverse of x plus y by 1 minus xy. x minus y by 1 plus xy. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് കേട്ടോ. അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതാ പുട്ട് tan inverse of x equal to a, tan inverse of y equal to b. അങ്ങനെ എഴുതാം. അതിൽ നിന്ന് നോക്കിയേ, x equal to tan എന്ന് കിട്ടും, y equal to tan b എന്ന് കിട്ടും കേട്ടോ. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ. ഇനി ഇവിടെ നമ്മൾ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എഴുതേണ്ടത് tan of a minus b യുടെ ഫോർമുല എഴുതാണ്. And what is tan a minus b? Tan a minus tan b by 1 plus tan a tan b. കേട്ടോ, അതാണ് നമ്മൾ എഴുതുന്നത്. ഇനി വീണ്ടും ഒന്നുകൂടിയും സിംപ്ലിഫൈ ചെയ്യുന്നു. tan a minus b equal to ഇതിന് പകരം x, ഇവിടെ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ x minus y by 1 plus xy എന്ന് വരുന്നു. അപ്പൊ tan of a minus b ആണിത്. ഇതിൽ നിന്നും a minus b equal to what? tan inverse. ഇവിടെയും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തുക. കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 1 plus xy. a minus b equal to tan inverse of x minus y by 1 plus xy. ഇനി a യും b എന്ന് റീപ്ലേസ് ചെയ്യുക. tan inverse of x minus tan inverse of y equal to tan inverse of x plus y by 1 minus xy. കേട്ടോ, അപ്പോ ഈ റിസൾട്ട് കഴിഞ്ഞ റിസൾട്ട് പ്രൂവ് ചെയ്തത് പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രം. ഇവിടെ tan a minus b യുടെ റിസൾട്ട് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മറ്റേ കാര്യങ്ങൾ ചെയ്ത പോലെ കൊണ്ട് ചെയ്യാണ് അവസാനം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ് നേരത്തെ പ്രൂവ് ചെയ്തതും ഇതും. ഇത് അധികം ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെയും ഇത് അതിനോട് ബന്ധപ്പെട്ട റിസൾട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. ഈ പ്രോബ്ലം പലപ്പോഴും നമുക്ക് ബോർഡ് എക്സാമിനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം കൂടിയാണ് കേട്ടോ. അത് ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ വരുന്നത്.
show that tan inverse 1 by 2 plus tan inverse 1 by 3 equal to pi by 4. ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് tan inverse of 1 by 2 tan inverse of 1 by 3 equal to pi by 4 അല്ലേ? അപ്പൊ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അപ്ലൈ ചെയ്യാം. അതായത് tan inverse of x plus tan inverse of y equal to tan inverse of x plus y by 1 minus xy അല്ലേ? ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ LHS നമുക്ക് ഒന്ന് എടുത്തെഴുതാം. tan inverse 1 by 2 plus tan inverse 1 by 3 ഇതാണ് നമ്മുടെ LHS. ഇത് pi by 4 ആണെന്ന് കാണിക്കണം. ഇവിടെ നമ്മൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക, tan inverse 1 by 2 plus 1 by 3 by 1 minus 1 by 2 into 1 by 3. കേട്ടോ? ആ tan inverse of x plus y by 1 minus xy അപ്ലൈ ആണ്. ഇനി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ tan inverse ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 5 by 6 എന്നാ വരിക. ഇവിടെ 1 minus 1 by 6. ഓക്കെ, ഇനി വീണ്ടും tan inverse ഇവിടെ മുകളിൽ 5 by 6, താഴെ 1 minus 1 by 6, അതും 5 by 6 ആണ്. കേട്ടോ? അപ്പൊ ഇത് നോക്കി, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്താലേ tan inverse of 1 എന്ന് കിട്ടുന്നു, which is equal to pi by 4. കേട്ടോ? അപ്പൊ നോക്കിയേ, ആ ലെഫ്റ്റിലത്തെ എക്സ്പ്രഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, pi by 4 കിട്ടി, which is equal to RHS. ഉണ്ടോ? അപ്പൊ ഈ LHS ഉം RHS ഉം ഈക്വൽ ആയി. അപ്പൊ ഇവിടെ ചെയ്ത ഏക കാര്യം എന്താണ്? ആ റിസൾട്ട് അപ്ലൈ ചെയ്തു. ഏതാണ് റിസൾട്ട്? tan inverse of x plus tan inverse of y equal to tan inverse of x plus y by 1 minus xy. ഇവിടെ x ന്റെ സ്ഥാനത്ത് 1 by 2 ആയിരുന്നു, y യുടെ സ്ഥാനത്ത് 1 by 3 ആയിരുന്നു. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ x plus y എന്ന് പറയുമ്പോൾ 1 by 2 plus 1 by 3. 1 by 2 1 by 3 ആഡ് ചെയ്യുമ്പോൾ 5 by 6 ആണ്. അത് നിങ്ങൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്ന രീതി എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നോക്കിയേ, 1 മൈനസ് ഇവിടെ 1 by 2 1 by 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ 1 by 6 ഉണ്ടോ? ഈ 1ൽ നിന്ന് 1 by 6 മൈനസ് ചെയ്താൽ 5 by 6 ആ. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് ഉള്ള വാല്യൂ ആണ് വന്നേക്കുന്നത്. അപ്പൊ tan inverse of 1 എന്ന് വരുന്നു, which is equal to pi by 4 and that is equal to RHS. ഉണ്ടോ? അപ്പൊ അങ്ങനെ ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണിത്. ഇത് പല തവണയും നമുക്ക് ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. എക്സും വൈയും നോക്കി അതനുസരിച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് അത് എത്താനായിട്ട് സാധിക്കും. കേട്ടോ? ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതേ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ആണ്. അത് tan inverse of 1 by 2 plus tan inverse of 2 by 11. 2 by 11. Tan inverse of 1 by 2 plus tan inverse of 2 by 11 equal to tan inverse of 3 by 4. Tan inverse of 3 by 4. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Tan inverse of 1 by 2 plus tan inverse of 2 by 11 equal to tan inverse of 3 by 4. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇവിടെയും നോക്കൂ, LHS ഇതാണ് അല്ലേ? ആ LHSലെ ഇത് എക്സും ഇത് y ആണെന്ന് വിചാരിച്ചിട്ട് ആ ഫോർമുല കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ LHS ഒന്ന് നോക്കാം. LHS equal to tan inverse 1 by 2 plus tan inverse of 2 by 11. ഉണ്ടോ? tan inverse of x plus tan inverse of y. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താലേ tan inverse of 1 by 2 plus 2 by 11 by 1 minus 1 by 2 into 2 by 11. ഇനി വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. tan inverse 1 by 2 plus 2 by 11 എന്ന് പറയുമ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15 by 22 എന്ന് കിട്ടുന്നു. 15 by 22 എന്ന് കിട്ടാം. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത് രീതി ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 by 2 ക്യാൻസൽ ചെയ്ത 1 minus 1 by 11 എന്ന് കിട്ടും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. tan inverse 15 by 22 ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11 minus 1 10 by 11 എന്ന് വരും. അപ്പോ ഇതിന്റെ തുടർച്ചയായിട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഈ ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണ്, ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താ വരുന്നത്?
tan inverse 15 by 22 into 11 by 10 എന്ന് വരും. അതായത് 10 by 11 കൊണ്ട് ഡിവിഷൻ നടത്തുന്നതിന് പകരം 11 by 10 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. ദിസ് ഇസ് ഈക്വൽ ടു tan inverse, ഇവിടെ 11 22 പോയാല് 2 ആണ് കേട്ടോ. പിന്നെ 15 10 അതും സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വരുന്നത് 15 by 20 എന്ന് വരും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തോളൂ. tan inverse 3 by 4 എന്ന് വരും, which is equal to RHS കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കി ഇവിടെ ആ അതേ റിസൾട്ട് തന്നെ ഉപയോഗിച്ചത്. ഇവിടെ x ന് പകരം 1 by 2 tan inverse of 2 by 11. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ tan inverse 1 by 2 plus 2 by 11 then by 1 minus 1 by 2 into 2 by 11. 1 by 2 into എന്നാണ് കേട്ടോ. പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നോക്കി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ മതി. 11 plus 4 by 22 അതാണ് 15 by 22. ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 1 by 11 ആണ്. 1 minus 1 by 11. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 by 11 എന്ന് വരുന്നു. അപ്പൊ ഇത് രണ്ടും നോക്കൂ, രണ്ടും ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ 15 by 20 എന്ന് വരുന്നത്. അതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 3 by 4 എന്ന് വരും നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു പ്രോബ്ലം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതൊരു ഹോം അസൈൻമെന്റ് പോലെ നിങ്ങൾ കരുതണം. ആ അസൈൻമെന്റ് ഇതാണ്. അതായത് ഷോ ദാറ്റ് tan inverse of 2 by 11 tan inverse of 2 by 11 plus tan inverse of 7 by 24 7 by 24 ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ tan inverse of 1 by 2 ഇത് കിട്ടണം. tan inverse of 2 by 11 plus tan inverse of 7 by 24 അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ tan inverse of 1 by 2 കിട്ടണം. ഇതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കും. അപ്പൊ അതൊരു ലെറ്റ് ഇറ്റ് ബി എ ഹോം അസൈൻമെന്റ് ഫോർ യു. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കിടക്കാം. ഇതും ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഇതാണ് ചോദ്യം. ഷോ ദാറ്റ് എന്നിട്ടൊരു 4 എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് tan inverse 1 by 5 plus tan inverse 1 by 7 plus tan inverse 1 by 3 then plus tan inverse 1 by 8 tan inverse 1 by 8 that is equal to pi by 4. അതായത് ലെഫ്റ്റിലെ ഒരു 4 ആംഗിൾസ് ആണ് തന്നിരിക്കുന്നത്. ആ ആംഗിൾസിന്റെ സമ്മ് 4 ആണെന്ന് കാണിക്കണം. അപ്പൊ ലെഫ്റ്റിലുള്ള 4 ആംഗിൾസ് നോക്കിയ ടാൻ ഇൻവേഴ്സിലാണ് എല്ലാം വന്നേക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ 2 ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല. അടുത്തതും ഇതേപോലെ ഗ്രൂപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ ആദ്യം എന്താ വെച്ചാൽ LHS ഒന്ന് എടുത്തെഴുതണം. നോക്കിയോളൂ. LHS ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 by 5 plus tan inverse 1 by 7 plus tan inverse 1 by 3 plus tan inverse 1 by 8 കേട്ടോ. ആ ലെഫ്റ്റിലത്തെ 4 ആംഗിൾ ഇവിടെ ഇതൊക്കെ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇത് രണ്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു, ഇത് രണ്ടൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇവിടെ ആ ഫോർമുല അപ്ലൈ ചെയ്യണം. tan inverse of x plus tan inverse of y. ഇവിടെ അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 2 tan inverseലേക്ക് അത് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ this is equal to tan inverse 1 by 5 plus 1 by 7 by 1 minus 1 by 5 into 1 by 7. കണ്ടോ, ഈ രണ്ടെണ്ണം ഇങ്ങനെ ഒരെണ്ണത്തിലേക്ക് റെഡ്യൂസ് ചെയ്തു. അതുപോലെ അടുത്തത് നോക്കിയോളൂ. tan inverse 1 by 3 plus 1 by 8 by 1 minus 1 by 3 into 1 by 8. ഇപ്പോ അറ്റ് പ്രസന്റ് 2 tan inverse ഉള്ളൂ. പക്ഷെ ഉള്ളിലത്തെ എക്സ്പ്രഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. This is equal to tan inverse ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 by 35 എന്ന് വരും. 12 by 35. ഇവിടെ 1 minus 1 by 35. ഓക്കെ, ഇനി ഇപ്പുറത്ത് നോക്കിയോളൂ. tan inverse ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11 by 24. ഇവിടെ 1 minus 1 by 24 ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan inverse
ഇവിടെ 12/35 തന്നെ എഴുതാം. ഇവിടെ 1 - 1/35 എന്ന് പറഞ്ഞാൽ 34/35 ആണ്. 34/35. ഇനി ഇവിടെ tan ഇൻവേഴ്സ് ഇവിടെ 11/24, ഇവിടെ 23/24 ഉണ്ടോ? അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററുകളൊക്കെ ഇവിടെ ഒന്ന് ക്യാൻസൽ ചെയ്ത് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്ത് എഴുതാം കേട്ടോ. This is equal to tan inverse. ഇവിടെ ഈ 35 ക്യാൻസൽ ചെയ്ത് 12/34 എന്ന് വരും. ആ 12/34 എന്നുള്ളതിന് വേണമെങ്കിൽ നമുക്ക് 6/17 ആക്കാം കേട്ടോ. ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാം. ഇനി പ്ലസ് tan ഇൻവേഴ്സ് ഇവിടെ നിന്നൊക്കെ 24 ക്യാൻസൽ ചെയ്തു 11/23 എന്നായി കേട്ടോ. അപ്പോ ഈ ലെഫ്റ്റിലുള്ള 4 tan ഇൻവേഴ്സ് എന്നുള്ളത് ഇവിടെ 2 tan ഇൻവേഴ്സിലേക്ക് റെഡ്യൂസ് ചെയ്യും കേട്ടോ. ഇനി എന്താ, once again we are applying the same formula, tan inverse of x plus tan inverse of y equal to tan inverse of x plus y by 1 minus xy. അപ്പോൾ അവിടെ ഒന്നുകൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. This is equal to tan inverse 6/17 plus 11/23 by 1 minus 6/17 into 11/23. ഉണ്ടോ? ഇതാണ് നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുക. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് പോയി 1 എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ഇത് എത്തും കേട്ടോ. അതായത് 6/17 11/23 by 1 minus 6/17 into 11/23. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 എന്നുള്ള ആൻസറിലേക്കാണ് എത്താം. നോക്കിക്കോളൂ. This is equal to tan inverse. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 138 ഇവിടെ 187 by 17 into 23 ആണ് 391. The whole by 1 minus 66 by 391. കേട്ടോ. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്നർത്ഥം. ഇത് ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ഈ 138 187. അപ്പൊ നമുക്ക് ഒരു 325 എന്ന് കിട്ടാം by 391. അതുപോലെ തന്നെ 1 minus 66 by 391 അത് സിംപ്ലിഫൈ ചെയ്താല് 325 by 391 എന്ന് കിട്ടും. എനിവേ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് tan ഇൻവേഴ്സ് 1 എന്നതിലേക്ക് എത്തും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 കേട്ടോ. കാരണം ഇതിനുള്ളിൽ 1 വരണം. 1 വന്നാൽ അത് π/4ലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് 1. അപ്പോ നമുക്ക് tan ഇൻവേഴ്സ് ഓഫ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4. അപ്പൊ അവിടെ ചെയ്തത് എന്താണ്, ആദ്യത്തെ 2 tan ഇൻവേഴ്സ് ഗ്രൂപ്പ് ചെയ്ത് ഒരു tan ഇൻവേഴ്സിലേക്ക് എത്തി. പിന്നത്തെ 2 ഗ്രൂപ്പ് ചെയ്ത് മറ്റൊരു tan ഇൻവേഴ്സിലേക്ക് എത്തി. Once again we are applying the same formula, then simplifying we will obtain the required answer. Okay, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ഫോർമുല ഉണ്ടായിരുന്നു. tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y ബൈ 1 മൈനസ് xy. ഇനി അടുത്തത് ചില സ്പെഷ്യൽ പ്രോബ്ലംസ് ആണ്. അതും നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ചുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Show that sin inverse 3/5 minus sin inverse 8/17 that is equal to cos inverse 84/85. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ റെഡിമെയ്ഡ് ഫോർമുല ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ റെഡിമെയ്ഡ് ഫോർമുല ഒന്നും അന്വേഷിച്ച് പോകുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. ലെഫ്റ്റിലെ 2 ആംഗിൾസിന്റെ ഡിഫറൻസ് ആണ്. ഈ ഡിഫറൻസ് cos ഇൻവേഴ്സ് 84/85 അത് വേറൊരു ആംഗിൾ ആണ്, അതിന് ഈക്വൽ ആണെന്ന് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇവിടെ നമ്മൾ ഇത് ഒരു ആംഗിൾ ആണ്, അതിനൊരു ക്യാപിറ്റൽ A എന്ന് പേര് കൊടുക്കുക, ഇതിനെ ക്യാപിറ്റൽ B എന്ന് പേര് കൊടുക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് സൈൻ ഇൻവേഴ്സ് 3/5 അതൊരു ആംഗിൾ ആണ്, അതിന് A എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ
സൈൻ ഇൻവേഴ്സ് 8/17 അത് വേറെ ആംഗിൾ ആണ്, അതിന് ബി എന്നും പേര് കൊടുത്തു. അപ്പൊ ഇതിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുക? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ എ ഈക്വൽ ടു 3/5 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ ബി ഈക്വൽ ടു 8/17 കേട്ടോ. അപ്പൊ നമുക്ക് സൈൻ എയുടെ വാല്യൂ സൈൻ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് മാർക്ക് ചെയ്യാം. ആ റൈറ്റ് ട്രയാങ്കിളിലെ ഈ ആംഗിളിന് ഞാൻ ഏത് പേര് കൊടുക്കാം? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് കേട്ടോ. നോക്കിയേ, സൈൻ എ 3/5. എന്താണ് സൈന്റെ ഡെഫിനിഷൻ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണിത്, അത് 3 ആയിട്ട് എടുക്കാം. ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇത് 5 ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ കിട്ടിയാൽ മൂന്നാമത്തെ സൈഡ് കാണാൻ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ സൈഡ് നമ്മൾ കാണുമ്പോൾ 4 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഈ ട്രയാങ്കിള് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് നമ്മൾ കോസ് എയുടെ വാല്യൂ ഇതിൽ നിന്ന് ഈ ഫിഗർ നോക്കി പറയാണ്. എന്താണ് കോസിന്റെ ഡെഫിനിഷൻ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പൊ ഇവിടെ 4/5 എന്ന് കിട്ടും. അപ്പോ സൈൻ എ ഉപയോഗിച്ചുകൊണ്ട് കോസ് എ കണ്ടുപിടിച്ചതാണ്. ഈ ഫിഗർ വരയ്ക്കാതെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 - സൈൻ സ്ക്വയർ എ ആണ്. അതിൽ നിന്ന് കോസ് എയുടെ വാല്യൂ ഇത് എത്തും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ കോസ് എ 4/5 കിട്ടി ഈ ട്രയാങ്കിൾ വരച്ചിട്ടാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ സൈൻ ബി 8/17 ആണ്. അവിടെ ഞാൻ വേറൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. ഈ ആംഗിളിന് ബി എന്ന് പേര് കൊടുക്കുക. അപ്പൊ സൈൻ ബി ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഇവിടെ 8, ഇവിടെ 17 എന്ന് വരുന്നു. ആൻഡ് യൂസിംഗ് പൈതഗോറസ് തിയറം വി ക്യാൻ ഹാവ് ദിസ് സൈഡ് ആസ് 15 കേട്ടോ. ഇനി ഇത് നോക്കിയിട്ട് നമുക്ക് കോസ് ബിയുടെ വാല്യൂ പറയാൻ പറ്റും. എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 15/17. ഇവിടെ നമുക്ക് സൈൻ ബി ഉപയോഗിച്ചുകൊണ്ട് കോസ് ബി ഫോർമുല വെച്ചിട്ട് കാണാം. ഈ ട്രയാങ്കിൾ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടാൻ എളുപ്പം അതാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? സൈൻ എയുടെയും കോസ് എയുടെയും വാല്യൂ കിട്ടി, സൈൻ ബിയുടെയും കോസ് ബിയുടെ വാല്യൂ കിട്ടി. അപ്പൊ ഈ 4 വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്താൻ പോകുന്നത് കേട്ടോ. ഇവിടെ കോസ് ഇൻവേഴ്സൽ ആണ് ആൻസർ വരേണ്ടത്. ഇവിടെ നോക്കി, ഇത് എ ആണ്, ഇത് ബി ആണ്, അങ്ങനെ പേര് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പൊ A - B ഈക്വൽ ടു കോസ് ഇൻവേഴ്സൽ ആണ് അല്ലെ? അത് വരണമെങ്കിൽ ഇവിടെ A - B ആണല്ലോ, ഇവിടെ വരേണ്ടത് കോസ് ഇൻവേഴ്സും. അപ്പൊ ഈ ആംഗിളിന്റെ കോസ് എടുക്കുക എന്ന് പറഞ്ഞാല് കോസ് ഓഫ് A - B എഴുതാം. നോക്കിയോളൂ, എന്താണ് കോസ് ഓഫ് A - B നോക്കാം. കോസ് ഓഫ് A - B കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ്? കോസ് A ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. ഇതാണ് കോസ് ഓഫ് A - B യുടെ ഫോർമുല. അവിടേക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഈ 4 കാര്യങ്ങൾ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എന്താ വരുന്നത് നോക്കിയോളൂ. That is equal to cos A - B equal to കേട്ടോ. cos A എന്തായിരുന്നു? cos A നമുക്ക് കിട്ടിയത് 4/5 into പിന്നെ cos B എന്താ കിട്ടിയത്? 15/17 കേട്ടോ. 15/17. ഇനി പ്ലസ് സൈൻ A. സൈൻ A എന്തായിരുന്നു? 3/5. പിന്നെ സൈൻ B എന്തായിരുന്നത്? 8/17 കേട്ടോ. ആ കിട്ടിയ 4 വാല്യൂസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. This is equal to 60/85. 4 into 15 60, 5 into 17 85. ഇവിടെ 24/85. 24/85 കേട്ടോ. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 84/85. അതായത് കോസ് ഓഫ് A - B യുടെ വാല്യൂ 84/85 എന്ന് കിട്ടി അല്ലെ? നമ്മള് ഒന്നുകൂടി എടുത്ത് എഴുതാണ്. കോസ് ഓഫ് A - B ഈക്വൽ ടു ദിസ്. അപ്പൊ ഈ കോസ് ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഇവിടെ A - B എന്ന് മാത്രമാവും. ഇവിടെ കോസ് ഇൻവേഴ്സ് എന്ന് പറയണം. അപ്പൊ നമ്മൾ ആ റൈറ്റ് സൈഡിലത്തെ ആൻസറിലേക്ക് എത്തി. ഇനി എയും ബി ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. ഇതിനാണ് A എന്ന് പേര് കൊടുത്തേക്കുന്നത്, ഇതിന് B എന്ന് പേര് കൊടുത്തേക്കണു. അപ്പൊ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എയുടെ സ്ഥാനത്ത് കേട്ടോ. പിന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 അത് ബിയുടെ സ്ഥാനത്ത് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 84/85. അങ്ങനെ നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും.
ബോർഡ് എക്സാമിന് ഒരിക്കൽ ചോദിച്ചുള്ളതാണ് കേട്ടോ. അപ്പൊ ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു, ഇത് ബി എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സൈൻ എയും സൈൻ ബിയും കിട്ടും. നമുക്ക് ആൻസർ വരേണ്ടത് കോസ് ഇൻവേഴ്സിലാ. അപ്പൊ നമുക്ക് കോസ് ഓഫ് എ മൈനസ് ബി ആണ് കാണേണ്ടി വരിക. അപ്പൊ അതിന് കോസ് എയും കോസ് ബിയും ആവശ്യമാണ്. അത് ഇതിൽ നിന്ന് നമുക്ക് ട്രയാങ്കിൾ വരച്ചോ അല്ലെങ്കിൽ ഫോർമുല വെച്ചോ ചെയ്യാം. ഞാൻ ട്രയാങ്കിൾ വരച്ചിട്ടാണ് ചെയ്തത്. അത് ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് കേട്ടോ. അപ്പൊ അത് വെച്ച് നമുക്ക് കോസ് ഓഫ് എ മൈനസ് ബിയുടെ വാല്യൂയിലേക്ക് എത്താൻ പറ്റും. അതിൽ നിന്ന് എ മൈനസ് ബി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85 എത്താൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോസ് ഇൻവേഴ്സ് പ്രൂവ് ദാറ്റ് ആണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് 8/17 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 77/36. കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം നമ്മൾ വ്യത്യാസം ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ള അതേ ആംഗിൾസ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, പക്ഷെ ഇവിടെ പ്ലസ് ആണ്. മാത്രമല്ല ആൻസർ ടാൻ ഇൻവേഴ്സിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇതിന് എ എന്നും ഇതിന് ബി എന്നും പേര് കൊടുക്കുക. അപ്പൊ അതിൽ നിന്ന് സൈൻ എയും സൈൻ ബിയും കിട്ടും. ട്രയാങ്കിൾ വരച്ചിട്ട് അതിൽ നമുക്ക് ടാനിലാണ് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് വേണം വെച്ചാൽ ടാൻ എയും ടാൻ ബിയും ട്രയാങ്കിൾ ഉപയോഗിച്ച് കാണാം. അതാണ് ഇതിന്റെ ഒരു എളുപ്പം. നമുക്ക് ട്രയാങ്കിൾ വരച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ അത് കിട്ടും കേട്ടോ. അപ്പൊ എന്താ ചെയ്യണം നോക്കിയോളൂ. പുട്ട് സൈൻ ഇൻവേഴ്സ് 8/17 that is an angle and let it be A, and സൈൻ ഇൻവേഴ്സ് 3/5 അത് മറ്റൊരു ആംഗിൾ ആണ്, അതിന്റെ ബി എന്നും പേര് കൊടുത്തു കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? സൈൻ എ ഈക്വൽ ടു 8/17, അതുപോലെ തന്നെ സൈൻ ബി ഈക്വൽ ടു 3/5 കേട്ടോ. ഇത് രണ്ടാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, റൈറ്റ് ട്രയാങ്കിൾ. ഇത് എ ആണ്, ഇവിടെ 8, 17, അപ്പോൾ ഇവിടെ 15 ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ടാൻ എ ആണ് കാണേണ്ടത്, കാരണം ടാനിലാണ് ആൻസർ വരേണ്ടത്. അപ്പൊ ടാൻ എ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, അതായത് 8/15 ആണ്. സൈൻ എ ഉപയോഗിച്ചുകൊണ്ട് ടാൻ എ കണ്ടതാണ്. ഫോർമുല ഉപയോഗിച്ചിട്ടൊക്കെ കിട്ടും കേട്ടോ, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്താൽ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്യാണ്. ഇത് 3, 5, അപ്പൊ ഇത് 4 ആയിരിക്കും. ഇതിൽ നിന്ന് ടാൻ ബിയുടെ വാല്യൂ പറയാണ്. എത്രയാണത്? 3/4 കേട്ടോ. അപ്പോ സൈൻ എ സൈൻ ബി ആ രണ്ട് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ടാൻ എ ടാൻ ബി കിട്ടി. ഇനി നോക്കിയേ, ഇതാണ് നമ്മുടെ റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ്. അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾ എയും ബിയും എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സിലാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഈ ടാൻ എയുടെയും ടാൻ ബിയുടെ വാല്യൂടെ എഴുതും കേട്ടോ. നമ്മള് കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ ടാൻ എ പ്ലസ് ബി ഉപയോഗിച്ചിരുന്നു. അതേപോലെ ഇവിടെ ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല എഴുതാണ്. ടാൻ എ പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി by 1 minus tan A into tan B. അല്ലേ? ഇതാണ് ഫോർമുല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ടാൻ എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ടാൻ ബിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് കൊടുക്കാം. ഇവിടെ 8/15 plus 3/4 by 1 minus 8/15 into 3/4 കേട്ടോ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ 4 into 8 32 plus 45 by 60 മുകളില് താഴെ 1 minus 24/60 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 32 45 നമ്മൾ 77/60. ഇവിടെ 60 minus 24 എത്ര വരുന്നത്? 36 അല്ലേ? 36/60 കണ്ടോ. അപ്പൊ ഇതിന് ഈ ബൈ 60 രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് ഇത് 77/36 എത്തും. അത് എവിടുന്ന സ്റ്റാർട്ട് ചെയ്തത്? ടാൻ എ പ്ലസ് ബി അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്നത് ദാറ്റ് ഈസ് ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു 77/36.
അതിന്ന് a plus b equal to tan inverse 77/36. ഉണ്ടോ? ഈ റൈറ്റ് സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, എയും ബിയും മാറ്റി ഈ രണ്ട് വാല്യൂ എഴുതാം. Therefore a ക്ക് പകരം sin inverse of 8/17, b ക്ക് പകരം sin inverse of 3/5. That is equal to tan inverse of 77/36. ഉണ്ടോ? അപ്പൊ ഇവിടെ എന്തൊക്കെയാ ചെയ്തതെന്ന് നോക്കിയേ. ആദ്യം ഇതിനെ എ എന്ന് പേര് കൊടുത്തു, ഇതിനെ ബി എന്ന് പേര് കൊടുത്തു. അതിൽ നിന്ന് സൈൻ എയും സൈൻ ബിയും കിട്ടി. And using triangles, right triangles, we can have the values of tan A and tan B. And we make use of the formula tan of A plus B. That is equal to what? Tan A plus tan B by 1 minus tan A tan B. Then replace the values of tan A and tan B. 8/15 plus 3/4 by 1 minus 8/15 into 3/4. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 77/36. അപ്പൊ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്? ഇവിടുന്ന് അല്ലെ? അതൊന്ന് എടുത്ത് എഴുതിയേക്കുക. tan of a plus b equal to 77/36. Then a plus b equal to what? Tan inverse 77/36. Sin inverse of 8/17 a ക്ക് പകരം അപ്ലൈ ചെയ്യുക, b ക്ക് പകരം sin inverse of 3/5. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan inverse of 77/36 നമുക്ക് കിട്ടും. കേട്ടോ? അപ്പോൾ ഈ റിസൾട്ടും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് cos inverse 4/5 plus cos inverse 12/13 equal to cos inverse 33/65. എല്ലാം cos inverse ലാണ്. ഇത് രണ്ട് ആംഗിള്, ആ രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ cos inverse of 33/65 എത്താം. കേട്ടോ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഇവിടെ ഇതിന് എ എന്ന് പേര് കൊടുക്കും, അപ്പൊ cos A കിട്ടും. ഇതിന് ബി എന്ന് പേര് കൊടുക്കും, അപ്പൊ cos B കിട്ടും. അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിള് ഫോം ചെയ്യും. ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് നമുക്ക് ആൻസർ കോസിലാണ് വരേണ്ടത് അല്ലേ? അപ്പൊ cos of A plus B കാണേണ്ടതായിട്ട് വരും. cos of A plus B കാണണമെങ്കിൽ sin Aയും sin Bയും കൂടി കിട്ടണം. അപ്പൊ ആ ട്രയാങ്കിളിൽ നിന്ന് sin Aയും sin Bയും കണ്ടുപിടിച്ചിട്ട് ചെയ്താൽ ആൻസറിലേക്ക് എത്തും. കേട്ടോ? അപ്പൊ ചെയ്യാൻ നോക്കിക്കോളൂ. Put cos inverse 4/5 equal to A and cos inverse 12/13 equal to B. ആ രണ്ട് ആംഗിളിനും നമ്മൾ അങ്ങനെ പേര് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നോക്കി cos A equal to 4/5. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും? cos B equal to 12/13. കേട്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇവിടെ A എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ 4, ഇവിടെ 5. കാരണം അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഈ സൈഡ് കിട്ടിയിട്ടില്ല അല്ലെ? അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ആണ് കിട്ടുക. ഓക്കെ, അതിൽ നിന്ന് sin A കാൽക്കുലേഷൻ നടത്താം. ദാറ്റ് ഈസ് 3/5. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഇത് B എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 12, ഇവിടെ 13. കേട്ടോ? പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ ഈ സൈഡ് 5 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് sin B പറയാൻ പറ്റും. ഏതാണ് sin B? 5/13. ഉണ്ടോ? sin B 5/13. അങ്ങനെ ഇപ്പൊ cos A, cos B, sin A, sin B കിട്ടി കഴിഞ്ഞാൽ ആൻസർ cos ഇൻവേഴ്സിലാണ്. അപ്പൊ അതുകൊണ്ട് cos of A plus B കണ്ടാണ്. ഇങ്ങനെ A plus B എന്ന് പറയാൻ തോന്നിയത്, ഇത് A, ഇത് B, അപ്പൊ A plus B വരേണ്ടത് ആൻസർ cos ഇൻവേഴ്സിൽ. ഉണ്ടോ? അപ്പൊ നോക്കിയോളൂ, cos of A plus B യുടെ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്യാം. cos A plus B. എന്താണ് cos of A plus B? cos A into cos B minus sin A into sin B. കേട്ടോ? ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആണ്, ശ്രദ്ധിക്കണം. നേരത്തെ ഒരു പ്രോബ്ലത്തിലൂടെ മൈനസ് വന്നപ്പോൾ പ്ലസ് എടുത്തത്. കേട്ടോ? രണ്ടും വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ഒന്ന് റീപ്ലേസ് ചെയ്യുക. cos A എന്തായിരുന്നു? 4/5. എന്താണ് cos B കിട്ടിയത്? 12/13 മൈനസ് sin A എന്തായിരുന്നു? 3/5. sin B 5/13. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം.
ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കിയേ 48/65 minus 15/65. അപ്പോൾ നോക്കിയേ 48 minus 15/65 എന്ന് എഴുതാം. ഇത് 33 ആണ് by 65. അപ്പോൾ cos of a plus b യുടെ വാല്യൂ 33/65 എന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് എഴുതാൻ വേണ്ടു ഒന്നെടുത്ത് എഴുതാം. cos of a plus b equal to 33/65. Therefore a plus b equal to cos inverse 33/65. ഇനി a plus b ക്ക് പകരം ആ ആംഗിൾ എഴുതുന്നു. cos inverse 4/5 plus cos inverse 12/13 equal to cos inverse 33/65. ഈ പ്രോബ്ലം ഒരു കൊല്ലം ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ എന്തൊക്കെ ചെയ്തെന്ന് നോക്കി. ഇതിനെ a എന്ന് പേര് കൊടുത്തു, ഇതിനെ b എന്ന് പേര് കൊടുത്തു. From which we can have cos a and cos b. And using cos a and cos b, find out the values of sin a and sin b. Then apply the formula cos of a plus b. Cos of a plus b is what? Cos a cos b minus sin a sin b. And replace the values of cos a cos b sin a sin b as given this. So 4/5 into 12/13 minus 3/5 into 5/13. And on simplification, we will have 33/65. I will start with cos of a plus b equal to 33/65. Therefore, a plus b equal to cos inverse of 33/65. A and b replace cos inverse 4/5 plus cos inverse of 12/13 equal to this. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ എന്താ പറയാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലത്തെ വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ്. അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ആ റിസൾട്ടുകൾ ഓർത്തിരുന്നാൽ കുറെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ടാൻ ഇൻവേഴ്സ് ഒക്കെ വരുന്നതൊക്കെ അതിനെ റെഡിമെയ്ഡ് ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ.